ഹലോ, എല്ലാവർക്കും ഉമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 30 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പമേ ഉള്ളൂ, അത്രയും പുളി എടുത്തിട്ടുണ്ട്. 2-3 വലിയ വെളുത്തുള്ളി അല്ലി, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കൂടരുത്. പിന്നെ ഒരു 10-20 ചെറിയ ഉള്ളി, 4-5 വറ്റൽമുളക്. പിന്നെ വേണ്ടുന്നത് ഏകദേശം അരക്കപ്പ്, വലിയൊരു കപ്പിന് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടുന്നത് ഈ ഉണക്ക ചെമ്മീൻ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തിട്ട് ഇതിൻ്റെ തലയും ഇതിൻ്റെ വാലൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല വൃത്തി കഴുകി എടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം അത് ചെയ്തിട്ട് വരാം. അപ്പോൾ ചെമ്മീൻ ചൂടാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഏകദേശം കരിയാൻ പാടില്ല. ഏകദേശം നന്നായി നമുക്ക് അതിൻ്റെ തലയും വാലൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുന്ന പരുവത്തിൽ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. കരിയാൻ പാടില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ ചെമ്മീനെല്ലാം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതിനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ചെമ്മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ശേഷം വൃത്തിയാക്കിയ ചെമ്മീൻ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ചെമ്മീനെല്ലാം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിയാതെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾക്ക് അത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വേണ്ട, അതിൻ്റെ പകുതിയോളം മതി. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ഈ കഴുകി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞു കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്കിത് കരിയാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം ഞാൻ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അത് കരിയാണ്ട് തന്നെ ഞാൻ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ നമുക്ക് ചമ്മന്തി അരക്കുന്ന സമയത്ത് ഏകദേശം പൊടിഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ, എന്നാലും കരിയാനും പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്ത പാത്രത്തിൽ തന്നെ നമ്മൾക്ക് ഈ വറ്റൽമുളക് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീൻ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. കരിയാതെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾ കുരുവിലെ പുളിയാണ് എടുക്കുന്നെങ്കിൽ കുരുവോടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ആ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുരുവെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പറങ്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ വറ്റൽമുളക് ഞാൻ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഈ തേങ്ങ മിക്സിൻ്റെ മീഡിയം ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഒരു ഇച്ചിരി മാത്രമേ ഉള്ളെങ്കിൽ മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി എടുക്കണ്ട. അപ്പോൾ ചെറിയ ഉള്ളി ചെമ്മീൻ ചമ്മന്തിക്ക് അതിൻ്റെ പച്ച ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഈ വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി. പിന്നെ ഈ ഉള്ളി എല്ലാം നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. കല്ലുപ്പാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെതുക്കി എടുത്തിട്ട് വരാം. ഒരുപാട് അരച്ചെടുക്കണ്ട. അപ്പോൾ തേങ്ങയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പുളിയും ഉപ്പും കൂടി ഞാൻ എല്ലാം ചതക്കി എടുത്തിട്ടുണ്ട്. ചതക്കിയിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെതിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അതിലിങ്ങനെ കുറച്ച് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ
ഒരു ഇതുപോലത്തെ ഒരു സ്പൂണിന് നിറയെ ഒന്ന് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഈ സ്പൂണിന് മാത്രം. അപ്പോൾ നമ്മൾക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം ചെമ്മീൻ ചമ്മന്തി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അമ്മിയിലൊക്കെ അരച്ചെടുക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സിൻ്റെ ജാറിലായതുകൊണ്ട് തന്നെ പിന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഈ ചെമ്മീൻ ചമ്മന്തി എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്, കഞ്ഞിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അതിന് ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.